ശുദ്ധജലം മലിനമാക്കുന്നുവെന്ന് ആരോപിച്ച ദാറുൽ ഹുദയിലേക്ക് CPM നടത്തിയ പ്രതിഷേധത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത. സംഭവത്തിൽ പ്രതിഷേധിച്ച് SKSSF പാലേമാട് യൂണിറ്റിൽ രാജി. മുഹമ്മദ് മുഹ്സിൻ വാരിക്കാടനാണ് രാജിവെച്ചത്. സമസ്തയ്ക്കുള്ളിൽ നിന്നു തന്നെ CPM പിന്തുണയ്ക്കുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് ഒരു വിഭാഗം ആരോപിച്ചു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, ഇപ്പോ CPM ഒരു ദിവസം ഒരു സമരം നടന്നതിന്റെ പേരിൽ പെട്ടെന്നൊരു രാജ്യം ഉണ്ടാകില്ല. കുറച്ച് ദിവസങ്ങളായുള്ള പ്രശ്നമാണോ? മാധു സജീൻ, കഴിഞ്ഞ ദിവസമാണ് ചെമ്മാടുള്ള ദാറുൽ ഹുദയിലേക്ക് CPM ഒരു പ്രതിഷേധ മാർച്ചുമായിട്ട് വരുന്നത്. ദാറുൽ ഹുദയിലെ വെള്ളം അത് അവിടെയുള്ള ശുദ്ധജലത്തെ മലിനമാക്കുന്നു, വയൽ നികത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് CPM അങ്ങോട്ടേക്ക് മാർച്ച് നടത്തിയത്. എന്നാൽ ആ മാർച്ചിനെ തുടർന്ന് ഇപ്പോൾ സമസ്തയിൽ തന്നെ ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CPM ഈ ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി എന്ന് പറയുന്നത്. അദ്ദേഹം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമാണ്. അദ്ദേഹം ലീഗിന്റെ നാവ് പോലെ ലീഗിന്റെ കോളാമ്പിയായി പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു CPM പ്രധാനമായിട്ടും ഉയർത്തിയ കാര്യം. എന്നാൽ ഇതിൽ സമസ്തയിൽ നിന്നുള്ളവർ തന്നെ ഈ വിഷയത്തിൽ CPMനെതിരെ മൗനം പാലിക്കുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. SKSSF അവരുടെ വിദ്യാർത്ഥി സംഘടനയും സമസ്തയുടെ പ്രധാനപ്പെട്ട പോഷക സംഘടനയുമാണ് പാലേമാട് യൂണിറ്റിൽ മുഹമ്മദ് മുഹ്സിൻ എന്ന് പറയുന്ന അവരുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് യൂണിറ്റ് സെക്രട്ടറിക്ക് ഇപ്പോൾ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. പരസ്യമായി പ്രതികരണവുമായിട്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ദാറുൽ ഹുദക്കെതിരെയും അതുപോലെ തന്നെ സമസ്തയിലെ പ്രധാനപ്പെട്ട ഉസ്താദുമാർക്കെതിരെയും ഒക്കെ ഈ രീതിയിൽ വിമർശനം നടത്തുന്ന CPMനെതിരെ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? സമസ്തയിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ഈ രീതിയിൽ CPMന് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്ന രീതിയിലാണ് വിമർശനമുള്ളത്. അതിൽ സമസ്തക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം ബഹാവുദ്ദീൻ നദ്വി ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ പ്രതിഷേധം തീർച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ്. ലീഗിനെതിരെ അതല്ലെങ്കിൽ സമസ്തക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം എടുത്തിട്ട് അതിനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ബഹാവുദ്ദീൻ നദ്വി ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും സമസ്തയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ അനുരഞ്ജന പാതയിലേക്ക് എത്തിക്കാൻ നിരന്തരമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾക്കിടയിലാണ് ഇപ്പോൾ ദാറുൽ ഹുദ ഒരു വിവാദ വിഷയമായി വന്നിരിക്കുന്നത്. അതിൽ സമസ്തക്കുള്ളിൽ വീണ്ടും ഭിന്നത രൂക്ഷമാവുന്നു എന്ന് കരുതണം ഈ രാജിയൊക്കെ ഉണ്ടാവുമ്പോൾ. തന്നെ CPMനെ പിന്തുണയ്ക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് ആരോപിച്ചാണ് രാജി. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.